ശബരിമലയിൽ 25, 26 തീയതികളിൽ വെർച്വൽ ക്യൂ നിയന്ത്രണം. 2 ദിവസങ്ങളിലും 5000 പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കൂവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശബരിമലയിൽ ഇക്കുറി ഭക്തർക്ക് സുഗമ ദർശനമുണ്ടെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് കടന്നു പോകുന്നത്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാവരുടെയും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും 20-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജിതമായ ഒരു പരിശ്രമത്തിൻ്റെ ആകത്തുകയാണ് ഈ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം സംജാതമായിരിക്കുന്നത്. ഇനിയും അങ്ങനെ പരമാവധി മലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കടമ. അതായത് 25-ാം തീയതി ഞങ്ങൾ വെർച്വൽ ക്യൂ 50,000-ആയി നിയന്ത്രിച്ചിട്ടുണ്ട്. 26-ാം തീയതി 60,000-ആയി നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ സ്പോട്ട് ബുക്കിന് വരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്തായാലും ഇന്നലെ മെനഞ്ഞാന്ന് 1.25 ലക്ഷം ആളുകളാണ് അവിടെ വന്നത്. ഒരാൾക്ക് പോലും ഒരു അസ്വസ്ഥത ഉണ്ടായില്ല. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ, മണ്ഡല മകരവിളക്ക് സീസൺ കാലത്ത് അവസാനം പൂജയിലേക്ക് എത്തുന്ന വേളയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ നിയന്ത്രണങ്ങളിൽ അതിൽ രണ്ടും വെർച്വൽ ക്യൂവും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗും കൃത്യമായി നിജപ്പെടുത്തുകയാണോ? സുജയ, മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ 25, 26 തീയതികളിൽ വെർച്വൽ ക്യൂ തത്സമയ ബുക്കിങ്ങുകളിൽ ഇപ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ തങ്കങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തുന്ന ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകരെയും ഒപ്പം തന്നെ മണ്ഡല പൂജാ ദിവസമായ ഡിസംബർ 26-ന് 60,000 തീർത്ഥാടകരെയുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുക എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 2 ദിവസങ്ങളിലും 5000 തീർത്ഥാടകരെ വീതമായിരിക്കും തത്സമയ ഓൺലൈൻ ബുക്കിംഗിലൂടെ ദർശനത്തിന് അനുവദിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ 1,00,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ശരാശരി 70,000-ലധികം തീർത്ഥാടകരാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തത്സമയ ബുക്കിംഗ് അത് 20,000-ന് മുകളിലേക്ക് പോകുന്ന അവസ്ഥ വന്നിരുന്നു. പക്ഷെ എങ്കിൽ പോലും വലിയ പരാതികൾ ഇക്കുറി മണ്ഡല തീർത്ഥാടന കാലത്ത് ഉയർന്നിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ വലിയ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഇക്കുറി തീർത്ഥാടകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും വലിയ പരാതികൾ ഉയർന്നിട്ടില്ല. അത് പോലീസിന്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും പുതിയ നയങ്ങളാണ് എന്ന ഒരു അഭിപ്രായം കൂടി ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ 2 ദിവസങ്ങളിൽ മണ്ഡല പൂജ ആ ദിനത്തോടനുബന്ധിച്ചാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ എണ്ണം കുറച്ചിരിക്കുന്നത്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.